മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടപ്പാകാത്ത പദ്ധതിയുടെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് പണമിറക്കി ഫ്ലക്സ് അടിച്ച് പൊങ്ങച്ചം പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കുക, ഏതെങ്കിലും പദ്ധതി പൊളിയുകയോ അല്ലെങ്കിൽ പദ്ധതിക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകുകയോ ചെയ്താൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട് തലയൂരുക, ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇടത് നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്നിപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നും അവിടെയുള്ള ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കടക്കുമ്പോൾ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ എല്ലാം ഞങ്ങളെ എന്ന് പറഞ്ഞു വരുന്ന പൊതുമരാമത്ത് മന്ത്രിയടക്കം ഇപ്പോൾ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ ഇത്തരത്തിൽ സൈബർ ആളുകൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് തങ്ങൾ ഇത്തരത്തിൽ വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫ്ലെക്സ് അടിച്ചും റീൽസ് ചെയ്തുമൊക്കെ പറയുന്നത് എന്നും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തങ്ങൾ ഒരിക്കലും പിറകിലോട്ട് പോകില്ല എന്നതൊക്കെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങൾ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് റീൽസ് തുടരുന്നതെന്നും അത് അവസാനിപ്പിക്കില്ല എന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ ലാഭത്തിനായി BJPയും UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ദേശീയപാതയ്ക്കായിട്ട് 5560 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവിട്ടിട്ടുണ്ട് എന്നുമാണ് നിലവിലത്തെ വിവാദത്തിന് PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. കേരളത്തിന്റെ റോൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ദേശീയപാത വികസനത്തിൽ കേരളത്തിന്റെ റോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കണം എന്നത് തന്നെയാണ് തീരുമാനം. എല്ലാ വിമർശനങ്ങളും ഉണ്ടായാലും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ദേശീയപാത പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്ക് തന്നെയാണ്. പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടതും ദേശീയപാത അതോറിറ്റിയാണെന്നും PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാർ 1190 ഹെക്ടർ ഭൂമിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നൽകിയതെന്നും കേന്ദ്രത്തിന്റെ ഔദാര്യം ഒന്നും തന്നെയല്ല, സംസ്ഥാനത്തിന്റെ നികുതി പണം കൂടിയാണ് റോഡിനു വേണ്ടി ചെലവഴിച്ചത് എന്നും മന്ത്രി പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന് കാലണ മുതൽ മുടക്കില്ലാത്ത നിലയിൽ പ്രചാരണം നടത്തുന്ന ചിലരുണ്ട്. ഇത് തെറ്റാണ് എന്നും PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മന്ത്രിയുടെ റീൽസിന് നേരെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ള നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് താൻ റീൽസ് എടുപ്പൊന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടി നൽകിയിരിക്കുന്നത്. വിവാദമുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ മറുപടി പറയുന്ന PA മുഹമ്മദ് റിയാസിനോട് അടക്കമുള്ള ആളുകളോട്, ഇടത് നേതാക്കളോടൊക്കെ എന്തായാലും പൊതുജനങ്ങൾക്ക് ഒരുപാട് ചോദ്യമുണ്ട്. അതായത്, നടത്താത്ത പദ്ധതിക്കും നടപ്പിലാകാത്ത പദ്ധതിക്കും വേണ്ടിയിട്ട് എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പൊറുതിമുട്ടിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം, മഞ്ഞക്കുറ്റി നാട്ടിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ പെരുവഴിയിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി കേരയിൽ, അത് നടപ്പിലാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പോലും കേരയിൽ കൊണ്ടുവരുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇടതു സർക്കാർ. അതേപോലെ മറ്റൊരു പദ്ധതിയാണ് K-Phone. അതിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ വലിയ നഷ്ടങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പദ്ധതി പറഞ്ഞ രീതിയിൽ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല എങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപയാണ് ആ പദ്ധതിയുടെ വീരവാദങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി മാത്രമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 8 വർഷമായിട്ടാണ് K-Phone പദ്ധതി പ്രഖ്യാപിച്ചിട്ട്. പക്ഷേ പ്രഖ്യാപിത ലക്ഷ്യവും വരുമാനവും ഇതുവരെ ആ പദ്ധതിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ പദ്ധതിയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി, കൊട്ടിയാഘോഷിക്കാൻ വേണ്ടി ഇപ്പോഴും പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 14,000 BPL കണക്ഷൻ എന്ന ലക്ഷ്യം ഇതിനെയും K-Phone പദ്ധതിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. പ്രതീക്ഷിച്ച വരുമാനം കിട്ടാത്തതിനാൽ കിഫ്ബി തിരിച്ചടവിന് മൊറട്ടോറിയം ചോദിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം. 1 ലക്ഷം കണക്ഷൻ പിന്നിട്ടപ്പോൾ K-Phone കൊടുത്ത പരസ്യം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയത്. ഡിജിറ്റൽ ഡിവൈഡിന് ബദലായി K-Phone കൊണ്ടുവരുന്നു. എല്ലാവർക്കും K-Phone, എല്ലായിടത്തും ഇന്റർനെറ്റ്, ഇതൊക്കെ തന്നെയായിരുന്നു പരസ്യവാചകങ്ങളായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് എങ്കിൽ പോലും ഇതൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. 2017 ബജറ്റിലാണ് K-Phone പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത്. പറഞ്ഞത് സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കും എന്നുള്ളതായിരുന്നു.
പിന്നീട് ഇത് മാറി ആദ്യഘട്ടത്തിൽ 140 മണ്ഡലങ്ങളിലും 100 വീതം BPL കുടുംബങ്ങളിലേക്കും പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മൊത്തം 14,000-ത്തിലധികം ആളുകൾ. എന്നിട്ടും ഇതുവരെ ഈ 14,000 പോലും തികയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 11,402 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ പദ്ധതി നിലവിൽ ലഭ്യമായിട്ടുള്ളൂ. തദ്ദേശ സ്ഥാപനങ്ങൾ ആദ്യം കൊടുത്ത പട്ടിക അപൂർണമെന്ന് പറഞ്ഞുകൊണ്ട് കണക്ഷനുകൾ നൽകാൻ ചുമതലപ്പെട്ട കമ്പനി പാതി വഴിയിൽ പിന്മാറിയതടക്കം ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നേരിടുന്ന നിരവധി വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ അപേക്ഷിക്കാൻ ലിങ്ക് കൊടുത്ത് യോഗ്യരായ BPL കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. 30,000 സർക്കാർ ഓഫീസുകളിൽ കണക്ഷൻ കൊടുക്കുമെന്നതായിരുന്നു പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ഇതുവരെ ഈ കണക്കിൽ കൊടുത്തത് 23,163 കണക്ഷനുകൾ മാത്രമാണ്. അതായത് പറഞ്ഞതിൽ പകുതി പോലും പിന്നിട്ടിട്ടില്ല എന്നുള്ളത്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കായിട്ട് 2,729 വാണിജ്യ കണക്ഷനുകൾ നൽകിയിരിക്കുന്നു. 62,781 വീടുകളിലും കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. 7,000-ത്തിലധികം കിലോമീറ്റർ ഫൈബർ വാടകയ്ക്ക് നൽകിയെന്നാണ് കെ-ഫോണിന്റെ അവകാശവാദം. പദ്ധതിക്കായി ഇതുവരെ 700 കോടിയിലധികം രൂപ കിഫ്ബിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇതിന്റെ പേരിൽ 51 കോടി മാത്രമാണ് വരുമാനം. അതിലും 33 കോടി സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശികയാണ്. ഫലത്തിൽ 18 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ലക്ഷങ്ങൾ ചെലവിട്ട് ഫ്ലെക്സ് അടിച്ച് കൊട്ടിയാഘോഷിക്കുന്ന കെ-ഫോൺ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്ന ലാഭം. 2024 മുതൽ കിഫ്ബിക്കുള്ള തിരിച്ചടവ് തുടങ്ങാനായിരുന്നു ധാരണയെങ്കിലും വരുമാനമില്ലാത്തതിനാൽ അത് നടപ്പായിട്ടില്ല. അടുത്ത സാമ്പത്തിക വർഷം വരെ മൊറട്ടോറിയത്തിന് ചോദിച്ചിരിക്കുകയാണ് കെ-ഫോൺ. തിരിച്ചടവ് കാലാവധിയും കൂട്ടിച്ചോദിച്ചിട്ടുണ്ട്. 7 വർഷം എന്നത് 15 വർഷമാക്കണമെന്നതാണ് ഇവിടെ ആവശ്യപ്പെട്ടത്. ആദ്യ വർഷം 77 കോടിയും തുടർന്നുള്ള വർഷങ്ങളിൽ 100 കോടിയും തിരിച്ചടയ്ക്കണമെന്നതാണ് വാഗ്ദാനം. ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നതേയുള്ളൂ എന്നാണ് സൂചന. നടപ്പ് സാമ്പത്തിക വർഷം 3 ലക്ഷം കണക്ഷൻ കൊടുക്കാനാണ് ശ്രമം നടത്തിയിരുന്നത്. 230 കോടി വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്ന് കെ-ഫോൺ MD ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞിരുന്നു. ഡാർക്ക് ഫൈബർ വാടകയ്ക്ക് കൊടുക്കുന്നത് അടക്കം വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടാമെന്നും കണക്കുകൾ കൂട്ടിയിരുന്നു. 29,000 കിലോമീറ്റർ ഫൈബർ ശൃംഖല ഇങ്ങനെ വാടകയ്ക്ക് നൽകാമെന്നതാണ് കെ-ഫോൺ അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ പേരിലുള്ള ഫ്ലെക്സ് അടിയും ലക്ഷങ്ങൾ ചിലവാക്കുന്ന നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും എത്ര വലിയ വിമർശനങ്ങൾ നടക്കാത്ത പദ്ധതിയുടെ പേരിൽ ഉണ്ടായാൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വിലവയ്ക്കാതെ തങ്ങൾ റീൽസ് എടുപ്പൊക്കെ നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന തന്ത്രങ്ങളെയൊക്കെ നാട്ടുകളിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുമെന്നുള്ള അവകാശവാദം തന്നെയാണ് പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ കൂടെ മനസ്സിലാക്കുകയാണ്. എന്തായാലും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒരു നാൾ ഇതിനൊക്കെ ഒരു പ്രതികരണം നൽകും എന്ന് തന്നെയാണ് പറയാനുള്ളത്.